ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 21 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ ഒരു ഉപമ പറയുന്നുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് കടന്നു പോകുമ്പോൾ കാനാൻകാരിയായ സ്ത്രീ ഈശോയുടെ പിന്നാലെ വന്ന്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. അവളുടെ ആവശ്യം ഇതാണ്: അവളുടെ മകളെ ഒരു പിശാച് ബാധിച്ചിരിക്കുന്നു. ആ കുഞ്ഞിനെ പിശാച് ബാധയിൽ നിന്ന് രക്ഷിക്കണം. അവൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞു. എന്നാൽ ഈശോ അവളെ കേട്ടതായി പോലും ഭാവിച്ചില്ല. ഈശോ മുൻപോട്ട് നടന്നുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഈശോയുടെ അടുക്കൽ ഈ സ്ത്രീക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവെ, അവളെ പറഞ്ഞയച്ചാലും എത്രയോ നേരമായി അവൾ നമ്മുടെ പിന്നാലെ നടക്കുന്നു, അതുകൊണ്ട് അവളെ പറഞ്ഞയക്കുക. ഈശോ ഈ ശിഷ്യന്മാർ പറയുന്നത് കേട്ട് തിരിഞ്ഞു പോലും നോക്കാതെ ഇപ്രകാരം പറയുകയാണ്: ഇസ്രായേൽ ജനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. ഇത് കേട്ട് ആ കാനാൻകാരി സ്ത്രീ ഈശോയുടെ അടുക്കൽ പറയുകയാണ്: അങ്ങ് പറഞ്ഞത് ശരിയാണ്. എന്നാൽ യജമാനന്മാരുടെ മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ നായ്ക്കളും തിന്നുന്നുണ്ടല്ലോ. ഈ മറുപടി കേട്ട് ഈശോ അവളോട് പറയുകയാണ്: സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. അതെ, നാളിതുവരെയും നമ്മൾ സ്വീകരിച്ച വിശ്വാസം, സഭയിലൂടെ, മാതാപിതാക്കളിലൂടെ, തിരുവചന ശുശ്രൂഷകളുടെ എല്ലാം നാം സ്വീകരിച്ച വിശ്വാസം, ആ വിശ്വാസത്തിൽ നാം വളർന്നുവോ? നാം വിശ്വാസത്തിൽ എത്രമാത്രം ആഴപ്പെട്ടിട്ടുണ്ട്? യേശുക്രിസ്തു ആഗ്രഹിക്കുകയാണ് ഞാനും നിങ്ങളും വിശ്വാസത്തിൽ വളർന്ന് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളായി തീരണമെന്ന്. എന്താണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി? ഒന്ന്, വിശ്വസിക്കുന്നവൻ യേശുക്രിസ്തുവിന് തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുന്ന വ്യക്തിയായിത്തീരും. ഈശോ അപ്പോസ്തലന്മാരെ പേര് ചൊല്ലി വിളിച്ചു. അവരെ വിളിച്ചിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവരാജ്യം പ്രസംഗിക്കുവിൻ. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായി ഓരോ വിശ്വാസിയെയും ക്രിസ്തു വിളിച്ചിട്ടുണ്ട്. കാനാൻകാരി ഈശോയോട് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈശോയുടെ പിന്നാലെ നടന്ന് നിലവിളിച്ചപേക്ഷിച്ച് ഒരഭിഷേകം, ഒരു കൃപ, ഒരനുഗ്രഹം സ്വീകരിച്ചിട്ട് ആ കൃപയ്ക്ക് അനുസൃതമായി, ആ അഭിഷേകത്തിന് അനുസൃതമായി ഞാനും നിങ്ങളും വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നില്ലെങ്കിൽ, വളരുന്നില്ലെങ്കിൽ നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാനാൻകാരി സ്ത്രീ അവളുടെ വിശ്വാസം വലുതാണ് എന്ന് പറയാൻ ഉണ്ടായ കാരണം എന്താണ്? അവൾ പിന്നാലെ നടന്ന്, ഈശോയുടെ പിന്നാലെ നടന്ന് തുടർച്ചയായി നിലവിളിച്ച് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും: ആ സ്ത്രീ പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയല്ല. തൻ്റെ ഏക മകൾ ഒരു പിശാചിനാൽ ബാധിക്കപ്പെട്ട് വളരെ അസ്വസ്ഥയായി ഭവനത്തിൽ കഴിയുകയാണ്. തൻ്റെ മകളിലുള്ള ഈ പിശാചിനെ പുറത്താക്കണം, അതാണ് അവളുടെ ആവശ്യം. തൻ്റെ കുഞ്ഞിന് വേണ്ടി ആ അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വെറുതെ മാധ്യസ്ഥം വഹിക്കുകയല്ല, അവൾ തൻ്റെ ആവശ്യം വ്യക്തതയോടെ ഈശോയോട് പറഞ്ഞു: എൻ്റെ മകളെ ഒരു പിശാച് ബാധിച്ചിരിക്കുന്നു, അവളെ രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇത് ശ്രവിക്കുന്നതിൽ മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം. മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിശ്വാസത്തോടെ
ഈശോയുടെ പക്കൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും സ്വർഗം ഉത്തരം നൽകും. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ നാം കേൾക്കുകയാണ്, ഈ ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. ഇത് ഈശോ പറഞ്ഞ ഒരു വാഗ്ദാനമാണ്. ഈ ഭൂമിയിൽ ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ടവരാണ് മാതാപിതാക്കൾ. കത്തോലിക്ക സഭയിൽ വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് യോജിപ്പിക്കപ്പെട്ടവരാണ് മാതാപിതാക്കൾ. ഈ മാതാപിതാക്കൾ ഈശോയുടെ നാമത്തിൽ വിശ്വാസത്തോടെ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗം നിശ്ചയമായും ഉത്തരം നൽകും. ഈ സ്ത്രീ, കാനാൻകാരി സ്ത്രീ, അല്ലെങ്കിൽ സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട സ്ത്രീ എന്ന് മർക്കോസ് സുവിശേഷത്തിൽ പറയുന്ന ആ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കുകയാണ്. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ പുറത്താക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ അനേകം മക്കൾ പിശാചിനാൽ ബാധിക്കപ്പെട്ട് പല വിധത്തിൽ തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നുണ്ട്. മദ്യപാനത്തിന്, ലഹരി മരുന്നുകൾക്ക്, ജഡിക ആസക്തികൾക്ക്, ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന അനേകം മക്കളെ നമുക്കിന്ന് കണ്ടുമുട്ടാൻ പറ്റും. നാം എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റും. എന്നാൽ ഒരു വിശ്വാസി, ഒരു ക്രിസ്തു വിശ്വാസി വിശ്വാസത്തിൽ വളരുന്നതിനനുസരിച്ച് മറ്റനേകർക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു നിന്ന് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ലോകം മുഴുവനുള്ള സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. ഈ കാനാൻകാരി സ്ത്രീയെപ്പോലെ, ഈ അമ്മയെപ്പോലെ ക്രിസ്തുവിനാൽ അനുഗ്രഹീതരായി തീരേണ്ട, ക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെടേണ്ട മക്കളെ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്ന് വിശ്വാസത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശ്വാസത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഇന്ന് ഈ ലോകത്തിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സംജാതമാക്കുവാൻ യേശു ക്രിസ്തു ഓരോ വിശ്വാസിയെയും ഇന്ന് വിളിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14, 15, 16 വാക്യങ്ങളിൽ ഈശോ പഠിപ്പിക്കുകയാണ്, തൻ്റെ ഉയർപ്പിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അന്തിമ ഉപദേശം എന്ന രീതിയിൽ ഈശോ അവരോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കും. ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിൽ കൊഡോളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദേവാലയത്തിൽ ഒരു ധ്യാന ശുശ്രൂഷയ്ക്കായി പോയി. 2022 സെപ്റ്റംബർ മാസം 1 മുതൽ 4 വരെ ആ ദേവാലയത്തിൽ ആദ്യമായൊരു ശുശ്രൂഷ നടക്കുകയാണ്. അതിൻ്റെ ആദ്യ ദിവസം വചന ശുശ്രൂഷ കഴിഞ്ഞ് ആരാധനയ്ക്കായി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഒരു സന്ദേശം ഇങ്ങനെ നൽകി, ജന്മന ചെവികൾക്ക് കേൾവി ശക്തിയില്ലാത്ത, ഡെഫ് ആയിരിക്കുന്ന, കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ ആ സമൂഹത്തിൽ, മറാത്തിയിലാണ് ശുശ്രൂഷ നടക്കുക, ഇംഗ്ലീഷിൽ ഞാൻ സംസാരിക്കുന്നു, കൂടെയുള്ള അച്ഛൻ മറാത്തിയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ആ ശുശ്രൂഷയുടെ നടക്കുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യരോട് മുൻപോട്ട് വരാൻ ആവശ്യപ്പെട്ടു. ദിവ്യകാരൻ ഈശോയുടെ മുൻപിലേക്ക് അവരെ കൊണ്ടുവന്ന് നിർത്തി. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഏകദേശം 52 വയസ്സിനടുത്ത് പ്രായം വരുന്നൊരു സഹോദരൻ, ചെവിക്ക് കേൾവി ശക്തിയില്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഈ മകൻ്റെ ശിരസിലേക്ക് കരങ്ങൾ വയ്ക്കുമ്പോൾ അദ്ദേഹം അല്പം ദൂരേക്ക് തെറിച്ചു വീണു. അവിടെ കിടന്ന് ഉരുളുകയും പെരളുകയും വലിയ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയൊക്കെ ചെയ്തു. കർത്താവ് പറഞ്ഞതനുസരിച്ച് വീണ്ടും ചെന്ന് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസത്താൽ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോയി ഇവൻ്റെ ചെവികൾ തുറക്കപ്പെടട്ടെ, അവൻ്റെ കേൾവിശക്തി പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ഇങ്ങനെ പറഞ്ഞ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ നിന്ന് വെള്ളം പോലെ എന്തോ ഒന്ന് പുറത്തേക്ക് വന്നു. ആ മനുഷ്യനെ പിന്നീട് പേര് ചൊല്ലി വിളിച്ച് എഴുന്നേൽപ്പിച്ച് അച്ഛൻ സംസാരിച്ചു. ആളുകൾ കേൾക്കെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായി വ്യക്തമായി ഈ മകൻ ഉത്തരം നൽകി. ആ മകൻ പറഞ്ഞത് എങ്ങനെയാണ്? പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ തൻ്റെ ശരീരത്തിൽ നിന്ന് കറുത്തിരുണ്ട ചില ജീവികൾ പുറത്തേക്ക് പോകുന്നതായി കണ്ടു. ആ സമയത്ത് ചെവിയിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് വന്നു. ഞങ്ങൾ കണ്ടത് ചെവിയിൽ നിന്ന് അല്പം വെള്ളം പുറത്തേക്ക് വരുന്നതാണ്. പിന്നീട് ആ മകന് പൂർണ്ണമായ കേൾവിശക്തി തിരികെ കിട്ടി. ഹല്ലേലൂയ! യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവരോടുകൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞ കാര്യം സത്യമായും ഇന്നും ഇപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാക്കപ്പെടും, പിശാചുകൾ പുറത്താക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ ഓരോ വിശ്വാസിയെയും ക്രിസ്തു ഉപയോഗിക്കാൻ തയ്യാറാണ്. ഇന്ന് നീ നിൻ്റെ ജീവിതത്തെ ഈശോയെ നിനക്കിഷ്ടമുള്ളതുപോലെ എന്നെ ഉപയോഗിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് സമർപ്പിച്ചാൽ സത്യമായും യേശു ക്രിസ്തു തൻ്റെ രാജ്യത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, തൻ്റെ ശരീരമാകുന്ന തിരുസഭയെ പടുത്തുയർത്തുവാൻ വേണ്ടി നിന്നെയും എന്നെയും ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതിന് ഞാനും നീയും ചെയ്യേണ്ട കാര്യം വിശ്വാസത്താൽ യേശുക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ആര് ചെയ്യുന്നുവോ അവൻ്റെ കൂടെ, അവളുടെ കൂടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പത്രോസ്ലീഹ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണ് എന്ന് ഈശോ ചോദിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. തൻ്റെ വിശ്വാസം പത്രോസ് പരസ്യമായി ഏറ്റുപറഞ്ഞു. അവൻ മനുഷ്യരെ നോക്കിയില്ല, സാഹചര്യങ്ങളെ നോക്കിയില്ല. ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് പത്രോസ് തൻ്റെ ജീവിതം കൊണ്ടും വചനം കൊണ്ടും തൻ്റെ പ്രവൃത്തികൾ കൊണ്ടും മരണം വരെയും സാക്ഷ്യം നൽകിക്കൊണ്ടിരുന്നു. പത്രോസിന് ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എനിക്കും നിങ്ങൾക്കും ക്രിസ്തു ആരാണ്? ഒരുപക്ഷെ അനേകം മക്കൾ വിശ്വസിക്കുന്നത് 10,000 അല്ലെങ്കിൽ കോടിക്കണക്കിന് ദൈവങ്ങളിൽ ഒരാൾ എന്നാണ് ക്രിസ്തുവിനെക്കുറിച്ച് അനേകം മനുഷ്യർ വിശ്വസിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവം എന്ന് വിശ്വസിക്കുവാനും ആ വിശ്വാസം ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വെളിപ്പെടുത്തുവാനും ഓരോ വിശ്വാസിയും വിളിക്കപ്പെട്ടിരിക്കുന്നു, നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് അനേകരെ ക്രിസ്തുവിനായി നേടുവാൻ എനിക്കും നിനക്കും സഭയിലൂടെ പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തന്നിട്ടുണ്ട്. മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ചത് വഴി, സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിച്ചത് വഴി വിശ്വാസത്തിൻ്റെ ഈ പ്രവൃത്തികൾ ചെയ്യുവാൻ എന്നെയും നിന്നെയും ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. ജോൺ പോൾ സെക്കൻഡ്, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ചിട്ടുള്ള ഓരോ ക്രൈസ്തവനും തൻ്റെ വിശ്വാസം വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയും പ്രകടിപ്പിക്കുവാൻ, പ്രദർശിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! അതിനാൽ പ്രിയമുള്ളവരെ, വിശ്വാസത്തോടുകൂടെ നമുക്ക് ക്രിസ്തുവിനെ സമീപിക്കാം. വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ആര് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ, ആര് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നുവോ അവനെയും അവളെയും യേശു ക്രിസ്തു ദൈവരാജ്യത്തിനായി, ആത്മാക്കളുടെ രക്ഷയ്ക്കായി, ദൈവമഹത്വത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു മറിയത്തോടും മർത്തയോടും വിശ്വാസത്തിൻ്റെ ചില വാക്കുകൾ സംസാരിക്കുന്നത് കാണാം. 11-ാമത്തെ അധ്യായം മുഴുവനും അതാണ്.
11-ാമത്തെ അധ്യായത്തിൽ മർത്തയോട് സംസാരിക്കുമ്പോൾ ഈശോ മർത്തയോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. യേശുക്രിസ്തുവിനോടുകൂടെ ലാസറിൻ്റെ കല്ലറയെങ്കിലേക്ക് വരുമ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. അത് മാറ്റാൻ പറഞ്ഞപ്പോൾ അതിനു മുൻപ് മർത്തയുമായിട്ടുള്ള സംസാരത്തിൽ ഈശോ അവളോട് പറയുന്നുണ്ട്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് വിശ്വസിക്കുന്നുവെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിരുന്നില്ല എന്നാണ് പിന്നീടുള്ള അവളുടെ പ്രവൃത്തികൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. കല്ലറയങ്കൽ ചെല്ലുമ്പോൾ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ മർത്ത പറയുകയാണ്, കർത്താവേ, ലാസർ മരിച്ചിട്ട് 4 ദിവസമായി, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. അവളോടാണ് യേശുക്രിസ്തു കുറച്ച് മുൻപ് പറഞ്ഞത്, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് ക്രിസ്തു അവളോടാണ് പറഞ്ഞത്, മറിയത്തോടല്ല. എന്നാൽ മർത്തായ്ക്ക് ഈശോ പറഞ്ഞത് വിശ്വസിക്കുവാൻ, ഹൃദയം കൊണ്ട് അംഗീകരിക്കുവാൻ പ്രയാസമുണ്ടായി. അതുകൊണ്ടാണ് തൻ്റെ സഹോദരനായ ലാസർ മരിച്ചിട്ട് 4 ദിവസമായെന്നും ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും എന്ന് മർത്ത പറയുവാനിടയായത്. എന്നാൽ ഈശോ വീണ്ടും പറഞ്ഞു മർത്തയോട്, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. ഇന്നും ലോകത്തിൽ എവിടെയും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിൻ്റെ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ, വിശ്വാസത്തിൻ്റെ വലിയ പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾ വിശ്വാസ വീരന്മാരായി തീരട്ടെ. കാനാൻകാരി സ്ത്രീയെപ്പോലെ മറ്റനേകർക്കു വേണ്ടി വിശ്വസിക്കുവാൻ, ആ വിശ്വാസം ഏറ്റുപറയുവാൻ, അവരെയും വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിൽ ബലപ്പെടട്ടെ, വിശ്വാസത്തിൽ ശക്തിപ്പെടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.